ബംഗളൂരുവിൽ നിന്ന് വരുന്ന വാർത്ത. നഗരത്പേട്ടിൽ ചവിട്ടി നിർമ്മാണശാലയിൽ തീപിടുത്തം, 4 പേർ മരിച്ചു. 3 നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമിക നിഗമനം. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഇത് എപ്പോഴായിരുന്നു അപകടം? തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയോ? മറ്റു വിവരങ്ങൾ? അനുജ, ഇന്ന് പുലർച്ചയോടെയായിരുന്നു ഈ നഗരപ്പേട്ടിലെ ഈ അപകടമുണ്ടായത്. ഇന്ന് ഒരു 2-2:30 അപകടമുണ്ടായി എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവിടെ ഒരു ചവിട്ടി നിർമ്മാണശാല പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതൊരു 3 നില കെട്ടിടമാണ്. അവിടെ മറ്റൊരു നിലയിലായി കുറേ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് 2:30 ഇവിടെ താഴത്തെ നിലയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി. അങ്ങനെ അതിനുശേഷം തീ മുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനം, ഇതിൽ മരിച്ചിരിക്കുന്നത് രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള മദൻ സിംഗ്. ഇയാൾ ഈ ഒരു നിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്നയാളാണ്. ഒപ്പം തന്നെ ഇയാളുടെ ഭാര്യയും 2 കുട്ടികളും. ഈ 2 കുട്ടികളിൽ 5ഉം 8ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നതെന്നുള്ള വിഷമകരമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ മദൻ സിംഗ് തീ പിടിച്ച് മരിച്ചു എന്നും മറ്റുള്ളവർ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നുള്ളൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഈ തീ ഉയരുന്നത് കണ്ട്, അല്ലെങ്കിൽ പുക ഉയരുന്നതൊക്കെ കണ്ട് താഴേക്ക് വന്നു. പക്ഷേ ഈ റൂം പൂട്ടിയിട്ടാണ് ഇയാൾ താഴേക്ക് ഇറങ്ങിയത് എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അങ്ങനെ ഇവർക്ക് ഈ മദൻ സിംഗ് തീ പിടിച്ചു തന്നെ മരിക്കുന്നുണ്ട്. മറ്റുള്ളവർ ശ്വാസം മുട്ടി പുറത്തിറങ്ങാൻ കഴിയാതെ അവിടെ കുടുങ്ങി പോവുകയായിരുന്നു എന്നാണ് വിവരം. നിലവിൽ എന്തായാലും ഈ 4 പേരുടെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരാൾ കൂടി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. സാധാരണഗതിയിൽ ഈ 4 പേരാണ് ഈ 3 നില കെട്ടിടത്തിന്റെ മുകളിൽ താമസിക്കുന്നത്. പക്ഷേ മറ്റൊരാൾ കൂടി ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിന് പുറത്ത് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും 4 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ, അതായത് 8ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചിരിക്കുന്നത്. ഇയാളും കുടുംബവും കുറേ നാളായി ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു രീതിയിലാണ് ഇവർ അവിടെ കഴിഞ്ഞു വന്നിരുന്നത്. എന്തായാലും ഈ വിഹാൻ എന്നാണ് 8 വയസ്സുകാരൻ്റെ പേര്. ഒപ്പം തന്നെ നിതേഷ് എന്നാണ് 5 വയസ്സുകാരൻ്റെ പേര്. മദൻ സിംഗിൻ്റെ ഭാര്യയുടെ പേര് സംഗീത എന്നാണ്. നിലവിൽ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാൾ കൂടി കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. ഈ കെട്ടിട ഉടമയടക്കം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. അനുജ, ശരി. ബംഗളൂരുവിലെ നഗരത്പേട്ടിലാണ് ചവിട്ടി നിർമ്മാണശാലയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചത്. അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അവർ അവിടെ തന്നെ താമസിക്കുകയായിരുന്നു എന്നതാണ്. അവരുടെ പൂർണ്ണമായ വിശദാംശങ്ങളാണ് ഇപ്പോൾ മുഹമ്മദ് റഹീസ് നൽകിയത്.